പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സമ്മർ സ്ലാം 2025 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ ആണ്. രണ്ടാമത്തെ ദിവസം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ പ്രീമിയം ലൈവ് ഇവൻറ്റുകളുടെ റിവ്യൂ പങ്കുവെക്കാറുള്ളത് മെയിൻ ഇവൻറ്റ് മാച്ച് അവസാനവും ആദ്യ മത്സരം ആദ്യത്തിലും പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. അതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരുത്താം. അതായത് മെയിൻ ഇവൻറ്റ് മാച്ച് മുതലുള്ള ഓർഡർ അനുസരിച്ച് നമുക്ക് ഏറ്റവും അവസാനം ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടന്ന ആദ്യ മത്സരത്തെ സംബന്ധിച്ച് പങ്കുവെക്കാം. അപ്പോൾ മെയിൻ ഇവൻറ്റ് മാച്ചായി നമുക്ക് കാണാൻ സാധിച്ചത് നമ്മൾ ഏറെ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ജോൺ സിന നമ്പർ 1 കണ്ടൻഡറും കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് 2025 വിജയിച്ചു വന്ന കോഡി റോഡ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിരുന്നു. ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഈ ഒരു മത്സരം പോകണം, ഏത് ഭാഗത്തിലൂടെയൊക്കെ കവർ ചെയ്യണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു മെയിൻ ഇവൻറ്റിലെ ഈ ഒരു അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ മത്സരം എന്ന് പറയുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല പേസോട് കൂടിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. സ്ലോ ആകുന്നതൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ജോൺസിനെയും കോഡി റോഡ്സും രണ്ടുപേരും ഫേസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കോഡി റോഡ്സ് ഹീലാകുന്നതിൻ്റെ ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. കോഡിയുടെ ചില മൂവ്സും അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങളും ഒക്കെ കോഡി ഈ മത്സരത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞിട്ടോ ഒരു ഹീലാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്നതാണ് എന്നുണ്ടെങ്കിലും അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. പൈൽ ഡ്രൈവർ എന്ന് പറയുന്ന മൂവ് ജോൺസിനെതിരെ കോഡി റോഡ്സ് യൂസ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. ജോൺസിനെയും കോഡി റോഡ്സും അവരുടെ ഫിനിഷർ എത്ര തവണ യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് എണ്ണി നോക്കേണ്ടി വരും. അത്രയും തവണ അവർ മൂവ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് ജോൺസിനെ 3 ക്രോസ് റോഡ്സ് കോഡി റോഡ്സ് ആക്രമിക്കുന്നുണ്ട്. ജോൺസൺ എന്നിട്ടും അത് കിക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ജോൺസിനയുടെ ഫിനിഷറായ ഡബിൾ എ എന്ന് പറയുന്നത് ഒരു നോർമൽ ടൈപ്പിൽ ജോൺസിനെ യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു സൂപ്പർ എ എന്ന് പറയുന്ന മൂവ് ചെയ്തതിന് ശേഷം പിൻ ചെയ്യുന്നുണ്ട്. അവിടെയും മൂന്നാമത്തെ കൗണ്ടിന് മുൻപ് തന്നെ കോഡി റോഡ്സ് കിക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ഗംഭീരമായിട്ട് തന്നെയാണ് മത്സരം പോയത്. കമൻറ്റേഴ്സ് ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു സൂപ്പർ എ ജോൺസിനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് കാണികളുടെ ഇടയിലേക്ക് പോകുന്നതും അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുന്നതും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം തന്നെയായിരുന്നു. കോഡി റോഡ്സിൻ്റെ എൻട്രൻസ് സമയത്ത് യൂസ് ചെയ്ത എലിവേറ്ററിലൂടെ ആ എലിവേറ്ററിൽ കോഡി റോഡ്സിൻ്റെ ഷോൾഡറിൽ കിടത്തിക്കൊണ്ട് ജോൺസിനെ കൊണ്ടുവരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു. ജോൺസിന പൂർണ്ണമായും ഒരു ഫേസ് ക്യാരക്ടറിൽ നിന്ന് തന്നെയാണ് മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. ജോൺസിനയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ഇൻ WWE കരിയർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഈ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ മത്സരം. ഈ മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ജോൺസിന അദ്ദേഹത്തിൻ്റെ സൂപ്പർ എ എന്ന് പറയുന്ന മൂവ് ഒരിക്കൽ കൂടി ചെയ്ത് അതും ടേബിളിൻ്റെ മുകളിലേക്ക് ചെയ്ത് അവിടെ മത്സരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് കോഡി കൗണ്ടർ ചെയ്യുന്നതും കോഡി അതൊരു അദ്ദേഹത്തിൻ്റെ കോഡി കട്ടർ എന്ന് പറയുന്ന മൂവാക്കി മാറ്റുന്നതും ആ മൂവ് ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫിനിഷറായ ക്രോസ് റോഡ്സ് ഉപയോഗിക്കുന്നതും പിൻഫോളിലൂടെ ജോൺസിനെ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ മത്സരം കഴിഞ്ഞു. ജോൺസിനെയും കോഡി റോഡ്സും ഹഗ് ചെയ്യുന്നു. ആ ടൈറ്റിൽ എടുത്തുകൊണ്ട് ജോൺസിനെ കോഡി റോഡ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പാസ് ദ ടോർച്ച് എന്ന് പറയുന്ന മൊമെൻറ്റിലൂടെയാണ് പിന്നീട് മത്സരം കടന്നു പോകുന്നത്. അതായത് മത്സരത്തിന് ശേഷമുള്ള മൊമെൻറ്റ്സ് കടന്നു പോകുന്നത്. അങ്ങനെ ജോൺസിനെയും കോഡി റോഡ്സും ഇങ്ങനെ കൈയൊക്കെ പൊന്തിച്ച് നിൽക്കുന്നു. കോഡി റോഡ്സ് ജോൺസിനേക്കുള്ള റിംഗ് ടൈം കൊടുത്തുകൊണ്ട് വിജയിച്ച പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സ് ആ റിംഗ് വിട്ടു പോകുന്നതിൽ നിന്ന് ഒരു കാര്യം അപ്പോളെ എനിക്ക് വ്യക്തമായിരുന്നു, എന്തോ ഒരു സർപ്രൈസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. ആ സർപ്രൈസാണ് പിന്നീട് നടന്നത്. ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ തിരികെ വന്നിരിക്കുന്നു. ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടേൺ ആരും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു വെബ്സൈറ്റും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേയധികം ആരാധകർ അവരുടെ ഒരു ഫാൻറ്റസി തിയറി പോലെ കമൻറ്റ് ബോക്സിൽ ബ്രോക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആരാധകർക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ബ്രോക്കിൻ്റെ ഒരു പ്രഡിക്ഷൻ ശരിയായി എന്നുള്ളത്. ബ്രോക്കിൻ്റെ റിട്ടേൺ ഒരു വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ബ്രോക്കിനെതിരെയുള്ള കേസ്, വിൻസ് മിക്മാനെതിരെയുള്ള കേസിൽ ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്തത് ഇതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ റിട്ടേൺ ട്രിപ്പിൾ എച്ചിൻ്റെ കീഴിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് എല്ലാവരും അടിവരയിട്ട് പറഞ്ഞത്. പക്ഷേ ആ വാർത്തകളെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ബ്രോക്കിൻ്റെ 2 വർഷങ്ങൾക്ക് ശേഷമുള്ള സമ്മർ സ്ലാമിലേക്കുള്ള തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിച്ചു. ബ്രോക്ക് വരുന്നു, ഞെട്ടി നിൽക്കുന്ന ജോൺസിനയുടെ അടുത്തേക്ക് ബ്രോക്ക് കയറുന്നു. ജോൺസിനെ അടിക്കാൻ വേണ്ടി പോകുന്നു. ബ്രോക്ക് ഒഴിഞ്ഞു മാറുന്നു. അദ്ദേഹത്തിൻ്റെ ഫിനിഷറായ FIO അടിച്ചുകൊണ്ട് ബ്രോക്ക് ജോൺസിനെ ആക്രമിക്കുന്നതുമാണ് നമുക്ക് ഏറ്റവും അവസാനം കാണാൻ സാധിച്ചത്. എന്നിട്ട് കാണികളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ബ്രോക്കിൻ്റെ ഒരു ക്ലോസിംഗ് ഷോട്ടും കാണിച്ചുകൊണ്ട് സമ്മർ സ്ലാം ഇവൻറ്റ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രോക്ക് വേഴ്സസ് ജോൺസിന സ്റ്റോറിയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് 101% ഉറപ്പായിട്ടുണ്ട്. ബ്രോക്കിൻ്റെ തിരിച്ചറിവിലേക്ക് നയിച്ച പോയിന്റുകൾ എന്താണ്, എന്തുകൊണ്ട് ബ്രോക്ക് തിരികെ വന്നിട്ട് ജോൺസിനെ ആക്രമിച്ചു എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. മെയിൻ ഇവൻറ്റിലെ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിഗംഭീരമായിട്ടുള്ള ഒരു മെയിൻ ഇവൻറ്റ് മത്സരവും അതിഗംഭീരമായിട്ടുള്ള ഒരു
എൻഡിങ്ങുമാണ് സമ്മർ സ്ലാമിന് കൊടുത്തത്. ഒരു പക്ഷേ റസൽമേനിയയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഇവൻറ്റ് സമ്മർ സ്ലാം ആണ് എന്ന് നമുക്ക് ഈ ഒരു വർഷം നിസ്സംശയം പറയാൻ സാധിക്കും. മെയിൻ ഇവൻ്റായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോ സൂപ്പർ താരവും വെറ്ററൻ റെസ്ലറുമായ AJ സ്റ്റൈൽസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ഈ മത്സരം തുടക്കം മുതൽ ഒടുക്കം വരെ എഡി ഗുറേറോ എന്ന് പറയുന്ന മരണപ്പെട്ട WWE ഹോൾ ഓഫ് ഫെയിമറിനെ കൊടുത്ത ഒരു ട്രിബ്യൂ മാച്ച് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. AJ സ്റ്റൈൽസിൻ്റെ എൻട്രൻസ് സമയത്ത് വന്നത് AJ സ്റ്റൈൽസിൻ്റെ മകനായിരുന്നു. ലോർഡ് റൈഡർ എന്ന് പറയുന്ന കാർ ഉപയോഗിക്കുന്നതും എഡി ഗുറേറോ 3 അമിഗോസ് എന്ന് പറയുന്ന മൂവ് ഉപയോഗിക്കുന്നതും എഡി ഗുറേറ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ചീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് മത്സരം കടക്കുന്നതുമെല്ലാം എഡി ഗുറേറ എന്ന് പറയുന്ന റെസ്ലറിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂ പോലെയാണ് ഫീൽ ചെയ്തത്. ഈ മത്സരത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോയേക്കാൾ ഒന്നും കൂടി പവറായിട്ട് നിന്നത് AJ സ്റ്റൈൽസ് ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. AJ സ്റ്റൈൽസിനെ നല്ല രീതിയിൽ എൻ്റർടൈനിങ് ലെവലിലേക്ക് ഈ ഒരു മത്സരം കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ റഫറിയുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ചെയർ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് തോന്നിപ്പിച്ച സമയത്ത് എഡി ഗുറേറയ്ക്ക് ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ AJ സ്റ്റൈൽസിൻ്റെ കയ്യിലേക്ക് ആ ഒരു ചെയർ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഡൊമിനിക് മിസ്റ്റീരിയോ നിലത്ത് വീണെടുക്കുന്നു. അത് മനസ്സിലാക്കിയ AJ സ്റ്റൈൽസ് ആ ചെയർ എടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴുത്തിൽ വെച്ച് അവിടെ വീണെടുക്കുന്നു. റഫറി തിരിഞ്ഞപ്പോൾ ആരെയാണ് ആക്രമിച്ചത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അങ്ങനെ വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. 3 അമിഗോസ് എന്ന് പറയുന്ന മൂവ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 619 എന്ന് പറയുന്ന മൂവ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ AJ സ്റ്റൈൽസ് അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ ഡൊമിനിക്കിനെതിരെ യൂസ് ചെയ്യുന്നു. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ ലൈസ് ഒന്ന് ലൂസാക്കിയിട്ടിരുന്നതും ഡൊമിനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു ബൂട്ട് ഊരി വരുന്നതും ആ ബൂട്ട് മാത്രം AJ സ്റ്റൈൽസിൻ്റെ കയ്യിൽ ഉള്ളതുപോലെ നിൽക്കുന്നു. തിരിഞ്ഞു വന്ന AJ സ്റ്റൈൽസിനെ ആ ഒരു ബൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡൊമിനിക്ക് ആക്രമിക്കുന്നു. പിൻഫോളിലൂടെ ഡൊമിനിക്ക് മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് പിന്നെ അവിടെ കാണാൻ സാധിച്ചത്. ഡൊമിനിക് മിസ്റ്റീരിയോ AJ സ്റ്റൈൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുകയും ചെയ്തു. നാലാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു സ്റ്റീൽ കേജ് മത്സരമായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സോളോ സിക്കോവ ജേക്കബ് ഫാറ്റുവിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ഈ മത്സരം മറ്റുള്ള മത്സരങ്ങളിൽ നിന്ന്, അത് ഇതുവരെയുള്ള ഇവരുടെ സ്റ്റോറിയിലെ മത്സരങ്ങളിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് സമ്മാനിച്ചതെന്ന് നോക്കുമ്പോൾ ഇതൊരു സ്റ്റീൽ കേജ് മത്സരമായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത മാറ്റി നിർത്തിയാൽ മറ്റൊന്നും ഈ ഒരു മത്സരത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിനെ ഇതിന് മുൻപും എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊഡിക്ഷൻസൊക്കെ ശരിവെക്കുന്ന രീതിയിൽ സോളോ സിക്കോവ തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. ആ സ്റ്റീൽ കേജിൽ നിന്ന് എസ്കേപ്പ് ആകുന്ന ഒരു മൊമെൻറ്റ് കാണിച്ച്, ഡോർ തുറന്ന് അതിലൂടെ വരുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് സോളോ സിക്കോവ വിജയം കരസ്ഥമാക്കുന്നത്. നമ്പേഴ്സ് അഡ്വാൻറ്റേജ് സോളോ സിക്കോവയ്ക്കാണ്. സോളോ സിക്കോവയുടെ MFT എന്ന് പറയുന്ന ഫാക്ഷൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ സോളോ സിക്കോവയ്ക്കായിരിക്കും വിജയം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. ജേക്കബ് ഫാറ്റുവിനെ സഹായിക്കാൻ വേണ്ടി ജിമ്മി ഊസോയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നമ്പേഴ്സ് അഡ്വാൻറ്റേജ് സോളോ സിക്കോവയ്ക്ക് വിജയം അനായാസമാക്കി കൊടുത്തു. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജെസി മെറ്റായോ, ടോങ്ക ലോവ, ടാല ടോങ്ക തുടങ്ങിയവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. അവിടെ ജിമ്മി യൂസോയുടെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ജിമ്മി യൂസോ കാണികളുടെ ഇടയിലൂടെ വന്ന് ഇവരെ ആക്രമിക്കുന്നുണ്ട്. എന്നാലും ജിമ്മി യൂസോയ്ക്കും അവിടെ ജേക്കബ് ഫാറ്റുവിന് വലിയൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. ടാല ടോങ്ക അടക്കം തിരിച്ചടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ടാല ടോങ്കയും ആ ഒരു സ്റ്റീൽ കേജിൻ്റെ മുകളിലേക്ക് എത്തുന്നു. അവിടെ ജേക്കബ് ഫാറ്റുവിൻ്റെ കൈ ഹാൻഡ് കഫ് ചെയ്യാനും ടാല ടോങ്കയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഹാൻഡ് കഫ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലൂടെയും ആ ഒരു ഹാൻഡ് കഫ് പൊട്ടിച്ചുകൊണ്ടും ജേക്കബ് ഫാറ്റു മത്സരത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. സോളോ സിക്കോവയെ വിജയിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ സോളോ സിക്കോവയും ജേക്കബ് ഫാറ്റും ആ ഒരു ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് ടാല ടോങ്ക വന്നിട്ട് ആ ഒരു ഡോർ ശക്തമായി അടിക്കുന്നുണ്ട്. അത് സോളോ സിക്കോവയ്ക്ക് വിജയം കരസ്ഥമാക്കി കൊടുക്കുന്നു. അങ്ങനെ മത്സരശേഷം ജെസി മെറ്റായും ടോങ്ക ലോവയും ജേക്കബ് ഫാറ്റുവിനെ ആക്രമിക്കാൻ പോകുന്ന ഒരു സമയത്ത് ജേക്കബ് ഫാറ്റു തിരിച്ചടിക്കുന്നുണ്ട്. ജേക്കബ് ഫാറ്റുവിനെ സ്ട്രോങ് ആക്കി കാണിച്ചുകൊണ്ടാണ് ആ ഒരു മൊമെൻറ്റ്സ് അവസാനിക്കുന്നത്. ഇത് തന്നെയാണ് സ്മാക്ക് ഡൗണിലും അതിന് മുൻപത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലും അടക്കം എല്ലാതും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് പ്രത്യേകതകളൊന്നും ഈ ഒരു മത്സരം കൊണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സമ്മർ സ്ലാം 2025 മൂന്നാമത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് വിമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ബെക്കി ലിഞ്ച് ലൈറ വാൽക്കിരിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ഇതൊരു നോ കൗണ്ട് ഔട്ട്സ്, നോ ഡിസ്ക്വാളിഫിക്കേഷൻ സ്റ്റിപ്പുലേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മത്സരമായിരുന്നു. വെപ്പൺസിൻ്റെ അയ്യരി കളി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം വെപ്പൺസ് എല്ലാതും നല്ലതുപോലെ നല്ല സമയമെടുത്ത് ഈ ഒരു മത്സരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മത്സരം നല്ലൊരു സ്റ്റോറിയും പറഞ്ഞു പോയിട്ടുണ്ട്. ഈ മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ വാൽക്കിരിയെയും അതുപോലെ തന്നെ ബെക്കി ലിഞ്ചും തുടക്കം മുതൽ ഒടുക്കം വരെ വെപ്പൺസ് ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കുന്നതും ഒരു എതിരാളിയെ ബ്രൂട്ടലായി എങ്ങനെ ആക്രമിക്കാം എന്നുള്ളതൊക്കെ അവർ മാക്സിമം അതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതും കാണാൻ സാധിച്ചു. ഒരു സമയത്ത് ലൈറ വാൽക്കിരിയെ കയ്യിൽ കെട്ടിയിട്ടുകൊണ്ട് ബെക്കി ലിഞ്ച് ആക്രമിക്കുന്നുണ്ട്. കെൻഡോസ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് വയറിലേക്ക് ശക്തമായി അടിച്ച് ആക്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആ കൈ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലൂടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു
ടൈ ഊരിയെടുക്കുന്ന ലൈറ വാൽക്കീരിയയുടെ മൊമെൻറ്റിലൂടെ വരുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു മാച്ച് സൈക്കോളജി പറഞ്ഞു പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ കൈ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടി കിടക്കുന്ന ഒരു സമയത്തും ലൈറ വാൽക്കീരിയ ചെയ്യുന്ന കുറച്ച് മൂവ്സ് ഉണ്ട്. അതായത് സൂപ്പറായിട്ട് ചെയ്യുന്ന കുറച്ച് ഡ്രോപ്പ് കിക്കും മറ്റു മൂവ്സും ഒക്കെ ഉണ്ട്. അതിഗംഭീരമായിട്ടാണ് അവർ അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു ലൈറയും ബെക്കിയും മത്സരത്തിൽ കാഴ്ചവെച്ചത്. അവസാനം ലൈറ വാൽക്കീരിയെ ഒരു സ്റ്റീൽ ചെയറിൻ്റെ ഉള്ളിൽ പെടുത്തിക്കൊണ്ട് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് അടിക്കുന്നതും ആ റിംഗ് പോസ്റ്റിലേക്ക് അടിക്കുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് റിങ്ങിൻ്റെ പുറത്ത് കാണിച്ചു. അവിടെ ബെയ്ലി എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ക്രോ ബാർ എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ പോകുന്ന സമയത്ത് ബെയ്ലി അത് പിടിച്ചു വെക്കുന്നു. അപ്പോൾ ബെക്കി ലഞ്ച് ആവശ്യപ്പെടുന്നത് നീ ഇതുപയോഗിച്ച് ലൈറയെ ആക്രമിക്കുന്നു, നിൻ്റെ അവസരം എല്ലാം ഇല്ലാതാക്കിയത് ലൈറയല്ലേ, അപ്പോൾ നീ അവളെ ആക്രമിക്കുന്നത്. എന്നാൽ ബെക്കി ലഞ്ചിനെയാണ് ബെയ്ലി ആക്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ബെക്കി ലഞ്ചും ബെയ്ലിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവസാനം ലൈറ വാൽക്കീരിയെ ബെയ്ലി മനഃപൂർവ്വമല്ലാതെ അടിക്കുന്ന ഒരു പഞ്ച് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബെക്കി ലഞ്ച് ലൈറ വാൽക്കീരിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു, അതിഗംഭീരമായിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ മത്സരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഒരു TLC മത്സരമായിരുന്നു. ഈ മത്സരത്തിന് മുൻപ് തന്നെ ഈ ഒരു മത്സരം കാണാൻ വേണ്ടിയിട്ട് റിംഗ് സൈഡിൽ ഡഡ്ലി ബോയ്സ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമേഴ്സ്, ഹഡി ബോയ്സ് എന്ന എക്കാലത്തെയും മികച്ച ടാഗ് ടീമുകളിൽ ഒന്ന്, നിലവിലെ TNA ടാഗ് ടീം ചാമ്പ്യന്മാർ, ഇവരുടെ ഒരു പ്രസൻസ് ഉള്ളതായിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ 6 ടീമായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. സ്ട്രീറ്റ് പ്രോഫിറ്റ്, DIY, മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ്, ഫ്രാക്സിയം, ആൻഡ്രാഡെ ആൻഡ് റെഫെലിക്സ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് വൈറ്റ് 6 എന്ന് പറയുന്ന ടീമിലെ ജോ ഗേസിയും ഡെക്സ്റ്റർ ലൂമിസുമായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു TLC മാച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. 6 ടീമും അതിഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. 6 ടീം മാത്രമല്ല, കാൻഡിസ് ലെറയും അതുപോലെ തന്നെ വൈറ്റ് 6-ലെ അംഗമായ നിക്കി ക്രോസ്, ബി ഫാബ്, സ്ട്രീറ്റ് പ്രോഫിറ്റിൻ്റെ ഒപ്പം വരുന്ന ബി ഫാബ് തുടങ്ങിയവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു. മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയധികം സ്പോട്ടുകളുണ്ടായിരുന്നു. ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന കുറേയധികം മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാൻഡിസ് ലെറ എന്ന് പറയുന്ന ലാഡറിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു ലാഡറിൻ്റെ മുകളിലേക്ക് വീഴുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു. ലാഡർ ബ്രേക്ക് ചെയ്യപ്പെടുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം ഹൈ ഫ്ലൈങ് സ്പോട്ട്, ഹൈ ലെവലിലുള്ള ഒരു സ്പോട്ടുകളൊക്കെ കടന്നു പോകുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. ഈ ഒരു മത്സരം നിങ്ങൾ എന്തായാലും ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണണം. ഒട്ടും നിങ്ങളെ ബോറടിപ്പിക്കാത്തൊരു മത്സരമായിരിക്കും. ഇതൊക്കെ വൺ ടൈമായിട്ട് WWE നമുക്ക് സമ്മാനിക്കുന്ന മത്സരമാണ്. ഇതൊന്നും ഇനി പ്രതീക്ഷിക്കരുത്. അത്രയും ഒരു ഹൈ ഇൻറ്റൻസിറ്റിയുള്ള ഒരു മത്സരമായിരുന്നു. മത്സരത്തിൽ വൈറ്റ് 6 ലാറ്ററിൽ കയറി ടൈറ്റിൽ എടുത്തതോടുകൂടി ടൈറ്റിൽ അവർ റിട്ടേൺ ചെയ്യുന്നതോട് കൂടിയിട്ടുള്ള ഒരു മൊമെൻറ്റ് കാണിച്ച് മത്സരം അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. സമ്മർ സ്ലാം 2025-ലെ ആദ്യ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ നയോമി, ഇയോ സ്കൈ, റിയ റിപ്ലി തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. നയോമി എന്ന് പറയുന്ന റെസ്ലറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയോ സ്കൈയും റിയ റിപ്ലിയും തുടക്കത്തിലെ ആക്രമണങ്ങൾ നടത്തുന്നു. ആദ്യം ഒഴിഞ്ഞു മാറിയെന്നുണ്ടെങ്കിലും നയോമിക്ക് പിന്നീട് അവരുടെ ഒരു അടി ഏറ്റുവാങ്ങേണ്ടി വന്നു. അവസാനം റിയയും നയോമിയും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് എത്തുന്നു. അങ്ങനെ മത്സരം അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നു. ആര് വിജയിക്കും എന്നുള്ളൊരു രീതിയിലേക്ക് മത്സരം എത്തുന്നു. 3 പേരും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അപ്പോൾ അതേപോലെ ഇയോ സ്കൈയും റിയ റിപ്ലിയും മത്സരത്തിൻ്റെ ഒരു മേധാവിത്വത്തിലേക്ക് എത്തുന്നു. അവസാനം റിയ റിപ്ലി റിപ്റ്റൈഡ് എന്ന് പറയുന്ന ഫിനിഷർ ആ ടേൺ ബാക്കിളുടെ മുകളിൽ നിന്ന് ഇയോ സ്കൈക്കെതിരെ ചെയ്യുന്ന ഒരു സമയത്ത് പിൻഫോളിലൂടെ വിജയം കരസ്ഥമാക്കാൻ പോകുന്ന ഒരു സമയത്ത് നയോമി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിജയിച്ച് കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ നയോമി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലൂടെയാണ് സമ്മർ സ്ലാം 2025 എന്ന് പറയുന്ന ഷോ ആരംഭിക്കുന്നത്. സമ്മർ സ്ലാം 2025-ൻ്റെ രണ്ടാമത്തെ ദിവസം അതിഗംഭീരമായിരുന്നു. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസത്തിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ്. മെയിൻ ഇവൻറ്റിലെ സർപ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതായിരുന്നു. ആദ്യ ദിവസം കണ്ടപ്പോൾ വിചാരിച്ചു അതായിരിക്കും വലിയൊരു സർപ്രൈസ് എന്നുള്ളത്. രണ്ടാമത്തെ ദിവസം കണ്ടപ്പോൾ ആദ്യത്തെ ദിവസത്തിലെ സർപ്രൈസ് ഒന്നുമല്ല എന്നുള്ളത് രണ്ടാമത്തെ ദിവസം കണ്ടപ്പോൾ മനസ്സിലായി. സമ്മർ സ്ലാം 2025-ൻ്റെ രണ്ടാമത്തെ ദിവസത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റ് ഡീറ്റെയിൽസ് ഇനി വരുന്ന മണിക്കൂറുകളിൽ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.